യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ എപ്പോഴും അവെയർ ആയിരിക്കേണ്ട ഒരു കാര്യമാണ് ദൈവം നമ്മളെ എത്ര ആഴമായി സ്നേഹിക്കുന്നു എന്നുള്ളത്. നമ്മൾ ആരെയെങ്കിലും സ്നേഹിച്ചാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് വേണ്ട ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. ഈ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അവര് പല തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട്. തെറ്റായി ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ കാണുമ്പോഴും അവർ നമ്മൾ പറയുന്നതിന് എതിര് നിൽക്കുന്നൊക്കെ കാണുമ്പോഴും നമ്മുടെ മനസ്സിൽ ചിലപ്പം വേദന തോന്നും. ചിലപ്പോൾ ചിന്തിക്കും, ഇവൻ വലുതാകുമ്പോൾ എങ്ങനെയൊക്കെ ആയിത്തീരും, അല്ലെങ്കിൽ ഇവിടെ വലുതാകുമ്പോൾ എങ്ങനെയൊക്കെ ആയിത്തീരും. പല ഉത്കണ്ഠകളൊക്കെ നമുക്ക് ഉണ്ടായെന്ന് വരാം. പക്ഷെ സ്നേഹത്തിന് മാത്രം ഒരു കുറവ് ഉണ്ടാകുന്നില്ല. മനുഷ്യ സ്നേഹത്തിന്, ഇവൻ സ്വന്തം മക്കളുള്ള സ്നേഹത്തിനായാലും പരിമിതികളുണ്ട്. കാരണം മനുഷ്യൻ പരിമിതികളുള്ളവരായതുകൊണ്ട്. എന്നാൽ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന് പരിമിതികളില്ല, അത് അൺകണ്ടീഷണൽ ആണ് എന്നുള്ളതാണ്. അത് നമ്മൾ നല്ലതാണെന്ന് നോക്കിയിട്ടല്ല, ദൈവത്തിന്റെ ഡിസിഷനാണ് എന്നെ സ്നേഹിക്കുക എന്നുള്ളത്. അത് എന്നെ ആശ്രയിച്ചല്ല, ദൈവത്തിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചാണ്. ഗോഡ് ഈസ് ലവ്. അവൻ എന്നോട് സ്നേഹം എന്ന ബന്ധത്തിലൂടെ ഇടപെടുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് സ്വന്തം പുത്രനെ നമുക്ക് നൽകുവാൻ കർത്താവിന് പ്രസാദം തോന്നിയത്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ചില വാക്യങ്ങളിലൂടെ നമ്മൾ ഈ ദൈവത്തിന്റെ സ്നേഹം വിവരിക്കപ്പെടുന്നത് കാണാം. നമ്മൾ അഭക്തരായിരിക്കുമ്പോൾ, നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ, നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ അവൻ തന്റെ പുത്രന്റെ ജീവൻ നമുക്ക് തന്ന് നമ്മളെ ജീവിപ്പിച്ചു, നമ്മളെ മക്കളാക്കി മാറ്റി. അപ്പോൾ നേരത്തെ ദൈവം നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾ ശത്രുക്കളായിരുന്നു. ശത്രുക്കൾക്ക് വേണ്ടി മരിക്കുവാൻ ദൈവം തന്റെ പുത്രനെ വിട്ടത് വഴി ഇതെത്ര വലിയ സ്നേഹമാണ് ദൈവത്തിനുള്ളത് എന്ന് നമ്മളോട് കാണിച്ചു തന്നു. എന്നാൽ ഇപ്പം നമ്മൾ ശത്രുക്കളല്ല, ഇപ്പം നമ്മൾ മക്കളാണ്. അപ്പൊ ശത്രുക്കൾക്ക് വേണ്ടി സ്വന്തം മകനെ വിട്ടുകൊടുക്കുന്ന ദൈവം സ്വന്തം മക്കൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, ഇപ്പൊ മക്കളായ സ്ഥിതിക്ക്, ദൈവമായി സമാധാനം ഉണ്ടായ സ്ഥിതിക്ക് നമുക്ക് വേണ്ടി ദൈവം എന്തു തന്നെ ചെയ്യുകയില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മെ എത്ര അധികമായി രക്ഷിക്കും എന്നുള്ളതാണ്. അപ്പൊ ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നമ്മെ രക്ഷിക്കുന്നത് തന്റെ പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നതിൽ നമുക്ക് മനസ്സിലാക്കാം. റോമാലേഖനം 5-ാം അധ്യായത്തിൽ ഇതിനു മുമ്പ് പറയുന്ന ഒരു വാക്യമുണ്ട്. ഇത് 10-ാം വാക്യത്തിലാണ് എത്ര അധികമായി നമ്മളെ രക്ഷിക്കുമെന്ന് നമ്മൾ കാണുന്നത്. അതിനു മുൻപ് പറയുന്ന ഒരു വാക്യമുണ്ട്, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്ന ദുർലഭം, എന്നാൽ ഗുണവാന് വേണ്ടി മരിക്കാൻ പലരും തുനിയുമായിരിക്കാം, ചിലരെങ്കിലും തുനിയുമായിരിക്കാം. എന്നാൽ ക്രിസ്തുവ തക്ക സമയത്ത് അഭക്തരായി നമുക്ക് വേണ്ടി മരിച്ചു, ബലഹീനരായി നമുക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ നീതിമാനെ കൊണ്ട് എല്ലാവർക്കും ശല്യമാണ്. കാരണം അവൻ എപ്പോഴും നീതി അന്വേഷിച്ചുകൊണ്ട് നടക്കും. ബാക്കി ആളുകൾക്ക് അത് ഇടർച്ചയാണ്. അവർക്ക് നീതിമാന്മാരെ ലോകത്തിന് ഇഷ്ടമില്ല. ഗുണവാന്മാരെയാണ് എല്ലാവരും നോക്കുന്നത്. അത് രാഷ്ട്രീയത്തിലായാലും എവിടെയായാലും നീതിമാനെ അല്ല ആർക്കും വേണ്ടത്, ഗുണവാനെയാണ്. എന്നാൽ ദൈവം നോക്കുമ്പോൾ നമ്മളെ കൊണ്ട് അവൻ ഒരു പ്രയോജനവുമില്ല. ശത്രുക്കളും നരകത്തിൽ എറിയപ്പെടേണ്ടവരുമാണ്. പക്ഷെ ദൈവം തീരുമാനിക്കുകയാണ്, എന്റെ സ്നേഹം ഇവനെ സ്നേഹിക്കുന്നതിലൂടെ ഞാൻ വെളിപ്പെടുത്താൻ പോവുകയാണ്. എത്ര വലിയ സ്നേഹമാണെന്ന് എന്ന് അവൻ മനസ്സിലാക്കട്ടെ. അപ്പോൾ സ്നേഹം വെളിപ്പെടുത്തുവാൻ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. സോ ഗോഡ് ഈസ് ലവ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്, ദൈവം നമ്മെ ആദ്യമേ സ്നേഹിച്ചതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. ഈ സ്നേഹത്തിൽ നിന്നാണ് ഞാൻ അബ്ബാ പിതാവേ, എന്റെ അപ്പ എന്ന് ദൈവത്തെ വിളിക്കുന്നത്, പിതാവായിട്ട് നമുക്ക് മാറുന്നത്. ആ സ്നേഹം നമുക്ക് തരുന്നൊരു വാഗ്ദത്വമുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. നീ നല്ലതാണെന്ന് നോക്കി അല്ല ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത്. ഇറ്റ് വാസ് മൈ ഡിസിഷൻ ടു ലവ് യു ഇൻ സ്പൈറ്റ് ഓഫ് എവറിത്തിങ്, അൺകണ്ടീഷണലി. ഇതാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കുക. ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ, ചെറിയ കുഞ്ഞുങ്ങൾ നമുക്ക് ഉണ്ടായി വരുമ്പോൾ അവരോടുള്ള നമ്മുടെ മനോഭാവത്തിൽ നമുക്കറിയാം, അവരുടെ ബലഹീനതകളെ നോക്കിയല്ല, അവരുടെ നന്മയെ നോക്കിയല്ല നമ്മൾ അവരെ സ്നേഹിക്കുന്നത്. അത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ് മക്കളോടുള്ള സ്നേഹം. കർത്താവിന്റെ സ്നേഹം നമ്മുടെ സ്നേഹത്തെക്കാൾ എത്രയോ വലുതാണ്. അതുകൊണ്ട് തിരിച്ചും കർത്താവിനെ നോക്കുമ്പോൾ നമ്മുടെ അപ്പൻ സ്വർഗത്തിലിരുന്ന് നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടതെല്ലാം കരുതുന്ന, നമുക്ക് ഓരോ ദിവസവും നമ്മൾ വിശുദ്ധിയിലും ശിഷ്യത്വത്തിലും നടത്തുന്ന, അവനെ പോലെ ആക്കി മാറ്റാൻ വേണ്ടി നമുക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന, അതിനുവേണ്ടി ഇപ്പോഴും നമുക്കായി നിലവിളിക്കുന്ന, നമുക്കായി മധ്യസ്ഥത അണയ്ക്കുന്ന, കഷ്ടപ്പെടുന്ന, വേദനിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഈ ഒരു ഭയങ്കരമായ ബന്ധത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എത്ര വലിയ കഠിനമായ പ്രതിസന്ധിയിലായാലും കർത്താവ് നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന്, അവനെ പോലെ നമ്മളെ ആക്കി തീർക്കാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു നമ്മൾ ധ്യാനിക്കുന്നതോറും നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് തരുന്ന സന്തോഷം നിറയുവാൻ ഇടയായിത്തീരും. അങ്ങനെ നമ്മളെല്ലാവരും ആ ക്രിസ്തുവിന്റെ ആനന്ദത്തിൽ നിറയുന്ന ഒരു ദിവസം, ഇനി മുമ്പോട്ടുള്ള ജീവിതം നിങ്ങൾക്ക് അങ്ങനെ ആയിത്തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.